പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവനാമത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യം. ദ ബുക്ക് ഓഫ് എഫേസ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 26. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ കോപിച്ചാലും പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കുകയും അരുത്. ഒരു ദൈവ പൈതലിന് അതൊരിക്കലും ആമേൻ അനുകൂലമല്ല, അത് നല്ലതല്ല. ആമേൻ, അത് നമ്മുടെ സാക്ഷ്യത്തെ കെടുത്തും, നമ്മുടെ എല്ലാ വഴികളെ അത് തടസ്സങ്ങളുണ്ടാക്കും. അതുകൊണ്ട് ഇപ്പോഴെന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങളുടെ തടസ്സം ഒരു പക്ഷെങ്കിൽ ഈ വലിയ കോപം തന്നെയായിരിക്കാം, അല്ലെങ്കിൽ പാപമായിരിക്കാം. ആമേൻ, കോപം ആമേൻ ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കാം, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമായിരിക്കാം. അതിനെ വിട്ടുകളഞ്ഞ് യേശുവിലേക്ക് ചേരുവാൻ, ആത്മാവിൽ നിറയുവാൻ, ദൈവവചനത്തെ അനുസരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന ഘടകനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.